ബീഹാറിൽ അരേരിയ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അരേരിയ കേട്ടിട്ടുണ്ട് നിങ്ങളെപ്പോഴെങ്കിലും? അവിടെ ആ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നേപ്പാളിൽ നിന്ന് വരുന്ന കോശി എന്ന് പറഞ്ഞിട്ടൊരു നദിയുണ്ട്. ആ നദി ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകി ആ ഗ്രാമത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും വീടും കൃഷിയിടങ്ങളൊക്കെ നശിച്ചു. അപ്പം നമ്മളവിടെ പോയ സമയത്ത് കുറേ കുട്ടികൾ വസ്ത്രമൊന്നുമില്ല, ഇങ്ങനെ കരുവാളിച്ച് ഇങ്ങനെ വെയിൽ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം വന്ന് വറ്റിയിട്ട് ചെറിയ 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 തടാകം പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ പരൽ മത്സ്യങ്ങളുണ്ടാവും. ആ മത്സ്യങ്ങളെ പെറുക്കി കൊടുന്ന് അത് ചുട്ട് തിന്ന് ആരോ പഞ്ചായത്തിൽ നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും എപ്പോഴെങ്കിലും കൊടുത്താൽ കുറച്ച് ഗോതമ്പുണ്ടെങ്കിൽ അത് വേവിച്ച് അങ്ങനെ കഴിയുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് നമ്മളൊരു സ്കൂൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ചെറിയൊരു സ്കൂൾ, 1 ടീച്ചർ സ്കൂൾ. ചെറിയ ഷെഡൊക്കെ കെട്ടി ഒരു ടീച്ചർ 2000 രൂപ കൊടുത്താൽ ടീച്ചറെ കിട്ടും. ഒരു ടീച്ചറൊക്കെ അപ്പോയിൻ്റ് ചെയ്തു. പക്ഷെ കുട്ടികൾ വരുന്നില്ല. അപ്പോൾ അവിടുത്തെ സർപ്പഞ്ച് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആൾ വന്ന് പറഞ്ഞു, നിങ്ങൾ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമോ ചോദിച്ചു. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമെങ്കിൽ ഈ കുട്ടികൾ സ്കൂളിൽ വരും. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ പേരിട്ടത് എന്താണെന്നറിയോ? നാസ്ത സ്കൂൾ എന്ന് പേരിട്ടു. രാവിലെ നാസ്ത കിട്ടുന്ന സ്കൂളിൽ നിന്ന് പേരിട്ടു. കുട്ടികൾ വരാൻ തുടങ്ങി. കുട്ടികൾ വന്ന് സ്കൂളിൽ വരാൻ തുടങ്ങി. അപ്പോൾ രാവിലെ ആദ്യം വന്ന ഉടനെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പിന്നെയാണ് പഠിക്കൽ. വിശപ്പുള്ള മനുഷ്യന് ഇപ്പോൾ പലസ്തീനിൽ നമ്മൾ കണ്ടില്ലേ, പലസ്തീനിലെ മനുഷ്യർ പട്ടിണി കിടക്കുന്നുണ്ട്. പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വേറൊരു കോലത്തിലേക്ക് പോകും. അത്രയും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ രാവിലെ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ സ്കൂളിൽ വരാനാണ്. അപ്പോൾ വസ്ത്രമൊന്നുമില്ല, ചെറിയ ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് വരിക. പിന്നെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് അവർ വരൽ, സ്കൂളിലേക്ക് വരൽ. അങ്ങനെയുള്ള കുറേ മനുഷ്യർ. പിന്നെ സന്തോഷം കിട്ടുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. കിട്ടുമ്പോഴൊന്നും വലിയ സന്തോഷം, കിട്ടുമ്പോൾ അതിൻ്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കും. എന്തും നമ്മൾ കൊടുക്കാൻ പരിശീലിക്കുക. കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. എത്രമാത്രം ഒരു കൂട്ടി വെക്കുന്നോ അത്രയും നമ്മളുടെ സന്തോഷവും സംതൃപ്തിയൊക്കെ ഇല്ലാതാവുക ചെയ്യാം. അങ്ങനെയാണ് സംഭവിക്കാറ്.